നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ശക്തമായി രംഗത്തുണ്ടായിരുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റിയും പാർട്ടി പരിചയവും ഭരണപരിചയവും മുൻനിർത്തിയാണ് ചെന്നിത്തല പക്ഷം അവകാശവാദം ഉയർത്തിയത്. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയ്ക്ക് ഭരണ സംവിധാനത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന വിലയിരുത്തലും അദ്ദേഹത്തെ പിന്തുണച്ചവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഹൈക്കമാൻഡ് ഒടുവിൽ യുവത്വവും ജനസ്വീകാര്യതയും മുൻനിർത്തി വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തതോടെ അസ്വസ്ഥത ശക്തമാവുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇഴഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാവുകയാണ്. അനുനയിപ്പിക്കാൻ ഒപ്പമുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെന്നിത്തല കടുംപിടുത്തത്തിലാണ്. ഉപാധികൾ വെക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആലോചന. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നും ചെന്നിത്തല പക്ഷത്തുള്ളവരെയും മന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെടും. ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നും ചെന്നിത്തല ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകുന്നതിൽ വി.ഡി. സതീശൻ ക്യാമ്പ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി തീരുമാനത്തിലെ അമർഷത്തിൽ നിയമസഭാ കക്ഷിയോഗം ബഹിഷ്കരിച്ച് ഗുരുവായൂരിലേക്ക് പോയ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയാണ് തലസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുമായിരുന്നു ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം. മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് ചെന്നിത്തല ഉത്തരം നൽകിയില്ല.